ക്യാൻസലിംഗ് സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ് എന്തിനാണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡാണ് ക്യാൻസലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈക്കോളജി പ്ലസ് ഈ നമ്പർ ലോജിക് ഇത് രണ്ടും കൂടി മെർജ് ചെയ്ത് വരുന്നൊരു സമയത്താണ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയും ആ ഒരു സെറ്റപ്പിലോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. മെയിൻ ഇൻഡെക്സിനേക്കാൾ ഒരു 10-20% കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ക്യാൻസലിംഗിൽ പറയുന്നത്. 1907 മാർക്കറ്റ് ക്രാഷിനെ കുറിച്ച് ഇദ്ദേഹം പ്രിഡിക്റ്റ് ചെയ്യും. $1 മില്യൺ അദ്ദേഹം അതിൽ നിന്ന് ഏൺ ചെയ്യുകയും ചെയ്തു. നമ്മളെപ്പോഴും ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാറ്. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് ഹിസ്റ്ററി ഒന്ന് ചെറുതായിട്ടൊന്ന് ചകഞ്ഞാലോ. അതായത് ഈ ഒരു ഫീൽഡിൽ, അതായത് ട്രേഡിംഗ് ഫീൽഡിൽ ഇത്രയൊന്നും സെറ്റപ്പ് അല്ലാത്ത സമയത്ത് 15ാമത്തെ വയസ്സിൽ ട്രേഡ് ചെയ്ത് വളരെയധികം വെൽത്ത് ജനറേറ്റ് ചെയ്ത ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മെത്തേഡ്സൊക്കെ ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ മെത്തേഡാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ അതൊന്ന് ഡിസ്കസ് ചെയ്യാം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ക്യാൻസലിംഗ് എന്ന് പറയുന്ന ഒരു സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ് ഉണ്ട്. അപ്പം ക്യാൻസലിംഗ് സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ് എന്തിനാണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡാണ് ക്യാൻസലിംഗ് എന്ന് പറയുന്നത്. അതൊരു ഫണ്ടമെൻ്റൽ പ്ലസ് ടെക്നിക്കൽസിൻ്റെ ഒരു മിക്സാണ്. അതെനിക്ക് തോന്നുന്നു പലരും നമ്മളോട് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ഏതാ, മൾട്ടി ബാഗറായിട്ട് ആക്ട് ചെയ്യുന്ന സ്റ്റോക്ക് ഏതാ, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് എങ്ങനെ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് നോക്കാം, ഫണ്ടമെൻ്റൽ വെച്ച് നോക്കാം. പക്ഷേ ഇങ്ങനെ ഈ ക്യാൻസലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ നല്ല റിസൾട്ടുകൾ തന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് കൂടി ഇതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ഇൻഡെക്സിനേക്കാൾ ഒരു 10-20% കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ക്യാൻസലിംഗിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻസലിംഗിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതെ, ക്യാൻസലിംഗിനെ കുറിച്ച് പറയാം. പക്ഷെ ക്യാൻസലിംഗ് വന്ന വഴിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടെ പറയേണ്ടത് 12 വയസ്സിൽ വീട് വിട്ടുപോയ ഒരു ബാലനെ കുറിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വീട്ടിൽ കൃഷിപ്പണിയാണ്. അപ്പോൾ കൃഷിപ്പണി ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല, ഇദ്ദേഹത്തിന് ഇഷ്ടം മാത്സാണ്. അതുകൊണ്ട് 12ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങുന്നു. 15ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒറ്റയ്ക്കൊരു പണി കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ട്രേഡറാകുന്നു. ഒരു ഫുൾ ടൈം ട്രേഡർ 15ാമത്തെ വയസ്സിൽ തന്നെ ആകുന്നു. അങ്ങനൊരു വ്യക്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു കഥ തുടങ്ങുന്നത്. അവിടെ നിന്നാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ജനിക്കുന്നത് 1877 ഓക്കെ, US ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 14ാമത്തെ വയസ്സിലാണ് ഈ പറയുന്ന ട്രേഡിങ്ങിലോട്ടൊക്കെ വരുന്നത്. 15 വയസ്സിലൊരു ഫുൾ ടൈം ട്രേഡിങ് വരുന്നത്. ഇദ്ദേഹം ഭയങ്കരമായിട്ടുള്ളൊരു ഒബ്സർവേഷൻ സ്കില്ലുണ്ടെന്നുള്ളതാണ് ഇദ്ദേഹത്തെക്കുറിച്ച്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെയാണ് ഇദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല, ഇദ്ദേഹം ഈ ആദ്യം വർക്ക് ചെയ്തത് ഈ കമ്മോഡിറ്റി ട്രേഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. നമ്മുടെ അപ്പാ ട്രേഡ് എന്നൊക്കെ പറയും. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹം പ്രൈസ് ബോർഡിൽ എഴുതുന്ന ഒരു ജോബാണ് അവിടെ ചെയ്യുന്നത്. ഈ ചെറിയൊരു പയ്യന് എഴുതാനും വായിക്കാനും അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹം ഒരു ബോർഡിൽ നമ്പേഴ്സ് എഴുതുന്നൊരു ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ നമ്പർ എഴുതി ഇദ്ദേഹത്തിന് നമ്പറിലെ ഗെയിം പാറ്റേൺ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പുള്ളി അവിടെ കൂടുതൽ കാലം നിന്ന് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ഫേമിനെ ലോസ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിച്ച് പുള്ളീനെ പുറത്താക്കാണ്. വേറെ ആരുമല്ല, അദ്ദേഹത്തിന്റെ പേര് ജെസ്ലി വെർമോർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജെസ്ലി വെൽമോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്റ്റീവ് ട്രേഡേഴ്സ് എല്ലാവരും ഞങ്ങളുടെ ഗുരുനാഥനാണെന്ന് മനസ്സിൽ കാണുന്ന ഏറ്റവും ബെസ്റ്റ് ട്രേഡർ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന ജെസ്ലി വെൽമോർ. ഇതൊരു വലിയ അച്ചീവ്മെന്റ്സ്. ഇന്നും എല്ലാ ട്രേഡേഴ്സും ഏറ്റവും ബെസ്റ്റ് ട്രേഡർ എന്ന് പറയുന്നത് ജെസ്ലി വെൽമോറിനെ തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാ തെറീസൊന്നും ഇപ്പോഴും അവൈലബിൾ അല്ല. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹം കണ്ടുപിടിച്ച പലതും അവൈലബിൾ അല്ല എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ വലിയ അച്ചീവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 1907 മാർക്കറ്റ് ക്രാഷിനെ കുറിച്ച് ഇദ്ദേഹം പ്രിഡിക്റ്റ് ചെയ്യും. $1 മില്യൺ അദ്ദേഹം അതിൽ നിന്ന് ഏൺ ചെയ്യുകയും ചെയ്തു. പിന്നെ 1929 മാർക്കറ്റ് ക്രാഷ് ഇദ്ദേഹം അടിപൊളിയായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ലക്ഷറി ലൈഫായിരുന്നു ഇദ്ദേഹം. ഒരു നാട് വിട്ടുപോയ സാധാ ബാലനിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്ക് ട്രിപ്പ് പോകാനായിട്ട് സ്വന്തമായിട്ട് കപ്പൽ വാങ്ങുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്താണ്. അതായത് 1900 കാലഘട്ടങ്ങളിൽ ട്രിപ്പ് പോകാനായിട്ട് ന്യൂയോർക്കിൽ നിന്ന് ലണ്ടൻ വരെ സ്വന്തമായിട്ട്
ട്രിപ്പ് പോകാനായിട്ട് സ്വന്തമായിട്ട് ലക്ഷറി കപ്പൽ വാങ്ങിയ വ്യക്തിയാണ് ജെസ്സി വിൽമോർ. ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ലൈഫ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ബാങ്ക്രപ്റ്റ് അത് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എത്ര അടിപൊളിയായിട്ട് മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്താലും റിസ്ക് റിവാർഡും ഹെഡ്ജിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്ന അദ്ദേഹത്തിൽ നിന്നാണെങ്കിലും ഇദ്ദേഹം ചെയ്തൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കണ്ടുപിടിച്ച ഈ നമ്പർ പാറ്റേൺ ഇദ്ദേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ശിഷ്യന്മാരുണ്ട്. ഒന്ന് റിച്ചാർഡ് വൈക്കോഫും മറ്റൊന്ന് റിച്ചാർഡ് ലവുമാണ്. രണ്ടും സെയിം പേര് തന്നെയാണ്, റിച്ചാർഡ് വൈക്കോഫ് ആൻഡ് റിച്ചാർഡ് ലവ്. ഇതിനകത്ത് റിച്ചാർഡ് ലവിനെ കുറിച്ചിട്ട് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ റിച്ചാർഡ് വൈക്കോഫിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. യെസ്, അതേ റിച്ചാർഡ് വൈക്കോഫ് തന്നെയാണ്. വൈക്കോഫ് തിയറി നമ്മൾ പഠിച്ചിട്ടുള്ള അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡല്ല, ആ ഒരു സ്റ്റേജസ് ഓഫ് മാർക്കറ്റൊക്കെ വൈക്കോഫ് തിയറിയിൽ വരുന്നതാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പബ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു റിച്ചാർഡ് വൈക്കോഫിനെ കുറിച്ചിട്ടല്ല നമുക്ക് നമ്മുടെ സ്റ്റോറിയിൽ റിച്ചാർഡ് വൈക്കോഫ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. റിച്ചാർഡ് വൈക്കോഫിനെ കുറിച്ചിട്ട് നമുക്ക് പറയണ്ട. നമ്മളിന്ന് അറിഞ്ഞും അറിയാതെയൊക്കെ ഉപയോഗിക്കുന്ന പല തിയറീസും പല ടെക്നിക്കൽ അനാലിസിസും റിച്ചാർഡ് വൈക്കോഫിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, ഈ പറയുന്ന SL ഹണ്ടിങ്ങും അങ്ങനെയുള്ള പല കാര്യങ്ങളും, സെല്ലിങ് ക്ലൈമാക്സ്, ബൈയിങ് ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ, ഇതൊക്കെ വൈക്കോഫിൻ്റെ കോൺട്രിബ്യൂഷൻസാണ്. ഇതിനുശേഷം നമുക്ക് പറയേണ്ടത് റിച്ചാർഡ് ലവിനെ കുറിച്ചിട്ടാണ്. റിച്ചാർഡ് ലവ് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ നമ്മുടെ തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത് റിച്ചാർഡ് ലവിൽ നിന്നാണ്. റിച്ചാർഡ് ലവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെസ്ലി വിൽമോറിൻ്റെ ഈ മെത്തേഡ്സിൽ കുറച്ചുകൂടി റിസർച്ച്, വലിയ രീതിയിൽ റിസർച്ച് നടത്തുകയാണ്. US ഇത്തരത്തിൽ ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് വലിയ റാലി നടത്തി കഴിഞ്ഞാൽ ജെസ്ലി വിൽമോറിൻ്റെ മെത്തേഡ്സിൽ നല്ല റിട്ടേൺ നൽകിയ എല്ലാ സ്റ്റോക്സും എടുത്ത് പഠിക്കുകയാണ്. ഒത്തിരി സ്റ്റോക്കുകൾ എടുത്ത് പഠിച്ചിട്ട് എന്ത് പാറ്റേൺ ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സെറ്റപ്പ് ഈ പറയുന്ന റിച്ചാർഡ് ലവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ റിച്ചാർഡ് ലവ് 1000 ബ്രേക്ക്ഔട്ട്സ് കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സുപ്രീം പെർഫോമൻസ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ബുക്കിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. ആ ബുക്ക് ഓൾറെഡി നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. സൂപ്പർ പെർഫോമൻസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് S. ലവിൻ്റെ ഒരു ബുക്കുണ്ട്. ഇത് നമുക്ക് ആമസോണിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ആ ബുക്ക് പോയിട്ട് വായിക്കാം. ഒരു രക്ഷയില്ലാത്ത ഔട്ട്പുട്ട്സാണ് ഇദ്ദേഹം ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. ഇന്നും ഈ പറയുന്ന വലിയ വലിയ ഹെഡ്ജ് ഫണ്ടുകളും എല്ലാവരും ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ട്രേഡിംഗ് സൈക്കോളജി ഉണ്ടാക്കുന്നതും സിസ്റ്റം ട്രേഡ്സൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വ്യക്തിയാണ് നമ്മൾ ഈ പറയുന്ന ക്യാൻസലിം ഉണ്ടാക്കുന്നത്. അത് റിച്ചാർഡ് ലവിൻ്റെ കൂടെ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന വില്യം ഒനൈൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഇദ്ദേഹമാണ് ആക്ച്വലി ഈ റിച്ചാർഡ് ലവിൻ്റെ മെത്തേഡ്സിനെ കുറച്ചുകൂടി റിസർച്ച് ചെയ്ത് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോയി ഈ പറയുന്ന ക്യാൻസലിം എന്ന് പറയുന്ന ഒരു മെത്തേഡിലോട്ട്, ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവുന്നൊരു കാര്യത്തിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ക്യാൻസലിമിൻ്റെ 5 ലെറ്റേഴ്സാണ്. ആ 5 ലെറ്റേഴ്സിലുള്ള 5 കണ്ടീഷൻസ് വരുന്ന സ്റ്റോക്കുകളിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ സ്റ്റോക്കിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഈ വില്യം ഒനൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു അസാധ്യ മനുഷ്യനായിരുന്നു. ഇദ്ദേഹം കണ്ടുപിടിച്ച പല കാര്യങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിലും ഒരു ഡെയിലി ടൈം ഫ്രെയിം ഇട്ട് നല്ല ബ്രേക്ക് ഔട്ട് തന്ന ഏത് സ്റ്റോക്കിലും കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിലായിരിക്കും ആ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്. ഇത് അദ്ദേഹം ഏത് കാലഘട്ടങ്ങളിൽ 1930, 1940 കാലഘട്ടങ്ങളിൽ തന്നെ US ഐഡൻറ്റിഫൈ ചെയ്യുകയും ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ചാർട്ട് പാറ്റേൺസ് തന്നെയുണ്ട്. നമ്മൾ പറയുന്ന ഡബിൾ ബോട്ടം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡബിൾ ബോട്ടം അല്ല, ശരിക്കും ഇദ്ദേഹത്തിൻ്റെ വില്യം ഒനൈലിൻ്റെ ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ, കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ ബേസസ് ഉണ്ട്. ഇപ്പോൾ ഇത്ര ശതമാനം പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു ബേസ് എടുക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ മേജർ ഇൻഡെക്സ് ബുള്ളിഷ് ആണോ ബീറിഷ് ആണോ സൈഡ് വേസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള വില്യം ഒനൈലിൻ്റെ കുറേ മെത്തേഡ്സ്, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ബുക്കുകളിൽ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ഭയങ്കര ഹെവി ആയിട്ടാണ് ഇത് എല്ലാ ബുക്സിലും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും സ്വന്തം ട്രേഡിംഗ് മെത്തേഡ്സിലോട്ട് ഇതിനെ കൊണ്ടുവരാനും പറ്റും. അപ്പോൾ നമുക്കിനിയും ക്യാൻസ്ലിമിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഇത് വന്ന വഴി പറഞ്ഞു. ഇനിയും സ്വിംഗ് ട്രേഡിങ്ങിന് ക്യാൻസ്ലിം എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇത് ടെക്നിക്കൽ അനാലിസിസ് മാത്രമല്ല, ലൈക്ക് ഈ ബ്രേക്ക്ഔട്ട്സ് മാത്രമല്ല നമ്മൾ ഫേവർ ചെയ്യുന്ന, കുറച്ചുകൂടി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ആ ഒരു ക്യാൻസ്ലിം എന്ന് പറയുന്ന ആ ഒരു ഇത് ഉരുത്തിരിഞ്ഞ് വന്നത്. എനിക്ക് തോന്നുന്നു ഓരോ അക്ഷരങ്ങൾ ക്യാൻസ്ലിമിൻ്റെ CANSLIM എന്ന് പറയുന്ന ഓരോ ലെറ്റേഴ്സുമാണ് ഓരോ കണ്ടീഷൻസ് ഉള്ളത് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് തീംസ് വേറെ കുറേ ഉണ്ട്. പക്ഷേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് തീം എന്ന് പറയുന്നത് ക്യാൻസ്ലിമാണ്. അപ്പോൾ നമുക്കത് ഓരോ ലെറ്റേഴ്സ് എന്താണെന്ന് കൂടി നമുക്ക് ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോഡ്കാസ്റ്റിലൊരു കണ്ടൻറ് റിച്ച് ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് റിസർച്ച് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ ഓരോ വ്യക്തിനെ കുറിച്ചിട്ടും ഒരു വലിയ പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കണ്ടൻറ്റും ഉണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിന് റെഫർ ചെയ്ത ബുക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ബുക്സൊക്കെ റീഡ് ചെയ്യാനൊക്കെ വളരെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്യാൻസലിലോട്ട് പോകാം. അപ്പോൾ C എന്തായിരുന്നു ആക്ച്വലി? C for current earnings. കറണ്ട് ഏണിങ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച്. അതായത് ഒരു കമ്പനി എല്ലാ ക്വാർട്ടറിലും ഒരു 20-25% ഗ്രോത്ത് കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ക്യാൻസലിമിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത് A ആണ്, for annual earnings. യെസ്. അപ്പോൾ ക്വാർട്ടർ റിസൾട്ടിൽ ഗ്രോത്ത് വേണം, ആനുവലിലും ആ ഒരു കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഒരു 2 വർഷം 3 വർഷത്തെ കണക്കെടുക്കുമ്പോൾ പറയുന്നൊരു 20-25% ഗ്രോത്ത് ആ കമ്പനി കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ കമ്പനി കൊള്ളാം. ഇത് രണ്ടും കറക്റ്റ് ഫണ്ടമെൻ്റലാണ്. സിയും എയും ഫണ്ടമെൻ്റലാണ്. ഇനി അടുത്തത് N for new products, new services, യെസ്, അതാണ് new management. എന്ത് ന്യൂ വേണമെങ്കിലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും പുതിയ കാറുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ടാറ്റയുടെ പുതിയ കാർ ലിസ്റ്റ് ഔട്ടായി. കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് വരും. ഞാൻ പേര് ഞാൻ മറന്നു, അവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ജെസ്സി വിൽമോർ തന്നെ പുള്ളിയുടെ ബുക്കിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ജെസ്സി വിൽമോറിൻ്റെ ബുക്കിലൊക്കെ പറയുന്നതിനെ കുറച്ചുകൂടി കണക്റ്റായി വന്നപ്പോൾ കുറച്ചൊരു സെറ്റപ്പായിട്ട് വന്നു. അപ്പോൾ ന്യൂ പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ആപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, ആപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, പഴയ പ്രൊഡക്റ്റ് തന്നെ പുതിയ പ്രൊഡക്റ്റായിട്ട് ഇറക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആപ്പിൾ 15 ഉള്ള ആൾക്ക് 16 വരുമ്പോൾ എന്ത് ചെയ്യും, 60 എടുക്കണം എന്ന് തോന്നും. അതായത് ഡിമാൻഡ്, പ്രൊഡക്ട്സിന് ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ പുതിയ കാർ ഇറക്കുകയാണ്. ഇപ്പോൾ 5 ഉപയോഗിക്കുന്ന ആൾ പുതിയ കാറാണെന്ന് തോന്നും, ഓ എനിക്കൊന്ന് കാർ അപ്ഗ്രേഡ് ചെയ്യാം. എല്ലാവർക്കും തോന്നില്ല, ഞാൻ പൊതുവെ പറഞ്ഞാണ്. ഇപ്പോൾ ഐഫോൺ എന്തിനാണ് എല്ലാ വർഷം പുതിയ ഐഫോൺ ഇറക്കുന്നത്? അത് എന്നിട്ട് ആ ഐഫോൺ എല്ലാവരും ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പുതിയ പ്രോ എടുത്തു അതൊക്കെ ആ ഡേറ്റിന് വരെയും ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ലേ. ഓക്കെ, അപ്പോൾ അത് പുതിയ ന്യൂ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾറെഡി വന്നു, CAN എന്നുള്ള വന്നു. ഇനി നമുക്ക് ടെക്നിക്കൽസ് ആണ് നെക്സ്റ്റ് വൺ. S for supply and demand. അവിടെ ടെക്നിക്കൽസ് ആണ് വരുന്നത്. ലൈക്ക് കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക്ഔട്ട്സ്. അതായത് മാക്സിമം സപ്ലൈ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ലൈൻ ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ്. ലീസ്റ്റ് റെസിസ്റ്റൻസിലേക്ക് എത്തേണ്ട ഒരു സപ്പോർട്ടിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ വരാണെങ്കിൽ ആ യു ഷേപ്പ് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ, സപ്ലൈ മാക്സിമസ് ആയി ഇനിയിപ്പോൾ ഡിമാൻഡാണ് വരുന്നത്, സപ്ലൈ ഇനി വരാനില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ സപ്ലൈ ഡിമാൻഡിനെ ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലായിരിക്കണം എന്നുള്ളേ ഉള്ളൂ. നെക്സ്റ്റ് L ആണ്. L ലീഡർ ആൻഡ് ലാഗർ എന്ന് പറയുന്ന, അതായത് ആ സെക്ടറിൽ ലീഡർ ആയിരിക്കണം എന്നുള്ള രീതിയിൽ. ലീഡർ തന്നെ ആവണമെന്നില്ല, ഓൾമോസ്റ്റ് ഒരു ലാർജ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെയിൻറ്റ് സെക്ടർ നമ്മൾ നോക്കുകയാണെന്നായിരിക്കും. അതായത് പെയിൻറ്റ് സെക്ടർ ബുള്ളിഷ് ആയിരിക്കണം. പെയിൻറ്റ് സെക്ടറിലെ 1ാമത്തെയോ 2ാമത്തെയോ 3ാമത്തെയോ ലീഡർ ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ പെയിൻറ്റിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്, പിന്നെ ബർഗർ പെയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനൊരു ടോപ്പ് പ്ലെയർ ആയിരിക്കണം. ഇനി അങ്ങനെ ആവണം എന്നില്ല എന്നാണ് ശരിക്കും പുള്ളിയുടെ ബുക്കിൽ പറയുന്നത്. പക്ഷെ പലരും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് മറ്റു രീതിയിലാണ്. ആക്ച്വലി അതിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ RS എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മൾ സ്ട്രെങ്ത് ഇൻഡെക്സ് അല്ല, റിലേറ്റീവ് സ്ട്രെങ്ത്. അത് ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ അല്ല, അതങ്ങനെ എങ്ങും ആരും തരൂല. പ്രൊപ്രൈറ്ററി ഫേംസിന് മാത്രമുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് പൊതുവെ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ
ഒന്നുമില്ല, ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ, ആ സ്റ്റോക്ക് സ്ട്രെങ്ത്തിലാണോ അല്ലയോ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റർ. ഒന്നുമില്ല, അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിഫ്റ്റി 500 നമ്മുടെ ഒരു മേജർ ഇൻഡെക്സ് ആണ്. അപ്പോൾ നിഫ്റ്റി 500 ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ, അത്രേ ഉള്ളൂ. സ്ട്രെങ്ത്. ഇപ്പോൾ ഒരു സെക്ടറിൻ്റെ ഒരു ഇൻഡെക്സ് എടുത്തു, ഈ സെക്ടറിൻ്റെ അത് ശരിക്കും മൂവിങ് ആവറേജ്, അതിൻ്റെ വോളിയം വെയ്റ്റഡ് ആവറേജ് എടുത്തിട്ട് അതിൽ നിന്നൊരു കാൽക്കുലേഷനിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. മറ്റേ ട്രേഡിംഗ് വ്യൂലൊന്നും ഇതും ആരും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് വില്യം ഒലൈലിൻ്റെ തന്നെ മാർക്കറ്റ് സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു മൊബൈൽ ആപ്പുണ്ട്, മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യ. ഈ മൊബൈൽ ആപ്പിൽ പെയ്ഡ് വെർഷനാണ്, ഫ്രീ വെർഷനല്ല. ഈ മൊബൈൽ ആപ്പിൽ നമുക്ക് ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ്. ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ ആപ്ലിക്കേഷനിൽ വില്യം ഒലൈൽ പറയുന്ന ക്യാൻസലിംഗ് മെത്തേഡിൽ വരുന്ന എല്ലാ സ്റ്റോക്സും അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഈ മൊബൈൽ ആപ്പിൽ ക്യാൻസലിംഗ് തന്നെയാണ് ഉപയോഗിക്കണമെന്ന് എനിക്ക് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ട്. കാരണം ഇപ്പോൾ വില്യം ഒലൈൽ 2023 മരിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. 2023 ഇദ്ദേഹം മരിച്ചു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഈ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. അപ്പോൾ വലിയ ഒരു ആസ് എ ബിസിനസ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും അവിടെ ഫോളോ ചെയ്യുന്നില്ല ആക്ച്വലി. പക്ഷേ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റ് കുറേ ഗുണങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. അപ്പം ലീഡറാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ 4 കണ്ടീഷൻസ്. ഒന്ന് ക്വാർട്ടർ റിസൾട്ട്, ആനുവൽ റിസൾട്ട്, അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ന്യൂ പ്രൊഡക്റ്റ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉറപ്പ് ചെയ്തു. പിന്നെ ലീഡറാണോ അത് നമുക്ക് RS വെച്ചിട്ട് നമുക്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർഷിപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പേഷൻ ആണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാൻസലിമിൻ്റെ കുറേ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ നോക്കി. ഇപ്പോൾ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള ഒത്തിരി വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് തന്നെ പറയുന്ന ചില വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷേ ജെസ് വിൽമോറൊക്കെ പണ്ട് ഉപയോഗിച്ച, അല്ലെങ്കിൽ വില്യം ഒലൈലൊക്കെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം 6 ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലാവുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും വരും, DIAs വരുന്നുണ്ട്, FIAs വരുന്നുണ്ട്. അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു ബിഗ് പ്ലേയേഴ്സിനെ ഇതിൻ്റെ അകത്ത് നമുക്ക് പരിഗണിക്കാം. ബിഗ് പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ദമാനി പോലെയുള്ള ഹെഡ്ജ് ഫണ്ടുകളല്ലേ, ദമാനി പോലുള്ള വലിയ പ്ലേ, ഇപ്പോൾ കേരളത്തുകാരനായിട്ടുള്ള പൊറിഞ്ച് പോലുള്ള ബിഗ് പ്ലേയേഴ്സിനെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അണ്ടറിൽ പരിഗണിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 10 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ തവണ അത് 15 ആയോ? അവർ അതിൻ്റെ അകത്ത് വെയിറ്റേജ് കൂട്ടിയോ കുറഞ്ഞോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ഒരു സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് പരിഗണിക്കാം ക്യാൻസലിമിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. ഇനി M ആണ്, മാർക്കറ്റ് ഡയറക്ഷൻസ് ആണ്. മാർക്കറ്റ് ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ സൈഡ് വൈസ് ആണോ എന്നത് കൂടി നോക്കണം. അതായത് വില്യം ഒലൈലിൻ്റെ ഒരു മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്ന് നോക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അത് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി അത് നമ്മുടെ ഓപ്ഷൻ ട്രേഡേഴ്സ് മീറ്റപ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു സാധനം. വില്യം ഒലൈലിൻ്റെ മാർക്കറ്റ് പ്രിഡിക്ഷൻ ടൂൾ, മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ സൈഡ് വൈസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഇവൻറ്റിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമുക്കതൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് ആ ഒരു സംഭവം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വില്യം ഒലൈലിൻ്റെ ഈ ഒരു മെത്തേഡിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ മാത്രമാണ് ക്യാൻസലിംഗ് വർക്ക് ചെയ്യത്തുള്ളൂ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് പെർഫോം ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ് ലൈക്ക് റിലയൻസ്, മാരുതി. ഈ റീസെൻറ്റ് ടൈമിൽ നമുക്ക് പറയാനുള്ളത് റിലയൻസ്, മാരുതി ഒക്കെ പറയാൻ പറ്റും. ആപ്പിളൊക്കെ എല്ലാ ബുള്ളിഷും ഇത്, കാരണം ഈ ഗ്രോത്ത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡിക്സൺ, ആംബർ, കൊറോണയ്ക്ക് ശേഷം വന്ന കുറേ സ്റ്റോക്കുകൾ ആ സമയത്ത് നല്ലൊരു പെർഫോം ചെയ്തിരുന്നു. ടാറ്റ മോട്ടോഴ്സ് ഈ രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ ഏത് മാർക്കറ്റ് സൈക്കിളിലും ഇവരുടെ മെത്തേഡ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒത്തിരി സൂപ്പർ സ്റ്റാർ സ്റ്റോക്കുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യും, സ്വിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലും പല ഹെഡ്ജ് ഫണ്ടുകളും പല മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകൾ എടുക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ക്യാൻസലിംഗ് മെത്തേഡിലും അല്ലെങ്കിൽ വില്യം ഒലൈലിൻ്റെ കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്കൗട്ടിലും പാറ്റേണിലൊക്കെയാണ് പലരും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ പഠിക്കേണ്ട, ട്രേഡിങ് ഇഷ്ടമുള്ള ആൾക്കാർ പഠിക്കേണ്ട ഒരു ടോപ്പിക്കായിട്ട് എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ബുക്കുകളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. വിന്നിങ് സിസ്റ്റം ഇൻ എ ഗുഡ് ടൈം ആൻഡ് ബാഡ് ടൈം എന്ന് പറഞ്ഞ് വില്യം ഒലൈലിൻ്റെ ഒരു ബുക്കുണ്ട്. ഇതെല്ലാവരും
ഈ ക്യാൻസലിംഗ് സ്ട്രാറ്റജിനെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് ഹൗ ടു മേക്ക് മണി ഇൻ സ്റ്റോക്സ് എന്നുള്ള ഈ ഒരു ബുക്ക്. ഈ ബുക്ക് എല്ലാവരും വായിച്ചിരിക്കണം. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു മെത്തേഡാണ്. ഇവിടെ ട്രേഡ് സൈക്കോളജിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഇദ്ദേഹം പറയുന്ന ക്യാൻസലിംഗ് മെത്തേഡ്സ് ആണെങ്കിൽ ഇവിടെ സൈക്കോളജിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ ജെസി വിൽമോറിൻ്റെ ബുക്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം സൈക്കോളജിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ സൈക്കോളജി പ്ലസ് ഈ നമ്പർ ലോജിക് ഇത് രണ്ടും കൂടി മെർജ് ചെയ്ത് വരുന്നൊരു സമയത്താണ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയും ആ ഒരു സെറ്റപ്പിലോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് താഴെ മിക്കവാറും കമൻറ്റ് വരുന്നത് ഇത് ഇൻട്രാഡേയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും. ഓക്കെ, നമ്മൾ സംസാരിക്കുന്നത് ഇൻട്രാഡേനെ കുറിച്ചിട്ടല്ല, നമ്മൾ ഒരു സ്വിംഗ് ട്രേഡിംഗ് സെറ്റപ്പിനെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്സിനെ കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാം. സിൽബി ക്യാൻസലിമിനെ കുറിച്ചിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഫ്രൈഡേ അപ്ലോഡ് ആണ്. ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു, സ്വിൻ ടോക്സ് ബൈ സിൽബി എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ ഫ്രൈഡേ ഈ ഒരു ക്യാൻസലിമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. യെസ്, അപ്പോൾ ക്യാൻസലിമിൻ്റെ പുറകിലുള്ള സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ സിൽബി ചെയ്യും. അപ്പോൾ ക്യാൻസലിം ഉപയോഗിച്ച് നോക്കുക, അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പറ്റുകയാണെങ്കിൽ ഈ ബുക്ക് എല്ലാവരും വായിക്കുക. എല്ലാവരും വായിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ വൈക്കോഫിനെ കുറിച്ചിട്ട് നമുക്ക് വേറൊരു പോഡ്കാസ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ട്രേഡേഴ്സിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ കിട്ടുമ്പോൾ ഷെയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ചെയ്യണം എങ്കിൽ, ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ ടോപ്പിക്സുമായിട്ട് വീണ്ടും വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.